ഗബ്രി ഇനി ജാസ്മിനെ കടിക്കില്ല എന്നുള്ള തീരുമാനം എടുത്തുള്ളൂ. കാരണം കഴിഞ്ഞ ദിവസം ജാസ്മിൻ പറഞ്ഞല്ലോ കൈ മുഴുവൻ കടിച്ച് പാടാക്കി വെച്ചേക്കാന്ന് പറഞ്ഞപ്പോൾ ഗബ്രി പറഞ്ഞു ഈ തൊട്ട് ഞാൻ അതിനെ കടിക്കില്ല എന്നുള്ളത്. അപ്പോൾ ഇന്ന് കാലത്ത് 2 ദിവസം കടി കിട്ടാത്തതിൻ്റെ വിഷമത്തിൽ നമ്മുടെ ജാസ്മിൻ വന്നിട്ട് ഗബ്രിയോട് പറയുന്നത് 10 മിനിറ്റിനുള്ളിൽ കടിച്ചില്ലെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസസ് നിങ്ങൾ ഏറ്റെടുക്കുന്നുള്ളത്. കടിയാണ് അവരുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം അവിടെ സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ജാസ്മിൻ ചോദിക്കുന്നുണ്ട്, നീ എന്താണ് കുളിക്കാൻ പോകുന്നതിന് മുമ്പ് കെട്ടിപ്പിടിക്കുകയോ ഉമ്മയൊക്കെ ചെയ്യുന്നത് ഞാൻ എൻ്റെ ഭാര്യയാണോ എന്ന് ചോദിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു ഹൈലൈറ്റ് ചോദ്യം വന്നിട്ടുണ്ട്, എനിക്ക് തിരിച്ച് വീട്ടിൽ കയറണമെന്നൊന്നും ആഗ്രഹമില്ലടാന്ന്. കാരണം ഇവിടുത്തെ ഈ കുന്തളിപ്പ് വീട്ടുകാർക്ക് പ്രശ്നമാവുന്നു, തിരിച്ച് ചെല്ലുമ്പോൾ വീടുണ്ടാവും എന്നുള്ളൊരു സംശയം ജാസ്മിനുണ്ട്. ഗബ്രിക്ക് എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ തൊട്ടുമുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ മാതിരി ഇവരുടെ രാസലീലകളെ പറ്റിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ, അതായത് എനിക്ക് തോന്നുന്നു മേ ബി സാറ്റർഡേ നൈറ്റ് ഒരു സൺഡേ ഒരു മൺഡേ തൊട്ട് ഇവർ തേഞ്ഞൊട്ടുന്ന കഥകളായിരിക്കും പറയാനുണ്ടാവുക. കാരണം നല്ല അടാറ് വയൽക്കാടുകാരാണ് കയറുന്നത്. കാരണം അവർ പുറത്ത് നിന്ന് കളി കണ്ട് ഇവർ ജാസ്മിൻ അവിടെ അലക്കി തേപ്പിച്ച സംഭവങ്ങളും അവിടെ കൺവിൻസ് ചെയ്യിപ്പിച്ച സംഭവങ്ങളൊക്കെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരുടെ അടുത്ത് പറയാൻ പറ്റില്ല. കാരണം അവർ കളി കണ്ട് ചിലർ റിവ്യൂ ചെയ്തിട്ട് ഒരാളത്തോട്ട് കയറുന്ന ടീംസാണ്. അപ്പോൾ അധികം ഒന്നും ഇനിയിപ്പോൾ രാസലീലകളെ പറ്റി പറയാൻ പറ്റില്ല. തേഞ്ഞൊട്ടിയ കഥകളായിരിക്കും പറയാനുണ്ടാവുക. എന്തായാലും ഇപ്പോൾ 10 മിനിറ്റിനുള്ളിൽ കടിച്ചില്ലെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസസ് ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ള പേടിയിലാണ് ഗബ്രി.